എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പിതൃ സഹോദരനാണ് പ്രതി. കസ്റ്റഡി അപേക്ഷ കോലഞ്ചേരി കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നലെയാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. 24 ബ്രേക്കിംഗ്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഈ പോക്സോ കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അതിന്റെ ഭാഗമായി അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അമ്മയെയും ഈ പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നത് ഈ കേസിലെ പ്രധാന നീക്കവുമാണ്. അതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. വിശദാംശങ്ങൾ എന്താണ്? പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെ? ശ്യാം, റീത്ത് ക്രിസ്റ്റിന, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് പോലീസ് ഇന്നലെ കടന്നിരിക്കുന്നത്. കാരണം ഈ കേസിൽ 4 വയസ്സുകാരിയായ കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ, അതും ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കോലഞ്ചേരി കോടതിയിൽ അപേക്ഷ കൊടുത്തിരുന്നു. ഇന്ന് ഒരുപക്ഷെ കോടതി ഈ അപേക്ഷ പരിഗണിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിയെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കും. പ്രതിയിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. ഇന്നലെ ഈ പ്രതി കുട്ടികളെ കൂടുതലായി സ്നേഹം കാണിക്കുകയും അവരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന ആളാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തുകയും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിന് പുറമെ കുട്ടിയെ ഉപദ്രവിച്ച വിവരം കുട്ടിയുടെ അമ്മയോട് പറഞ്ഞിരുന്നതായി പ്രതി പറഞ്ഞിരുന്നു. ഈ വിവരം അമ്മയോടൊപ്പം എടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ആ മൊഴി സത്യമായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നിരവധി ചോദ്യം ചെയ്യലുകളുടെ കടമ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഏറ്റവും വേഗം കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇന്നലെ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ കോലഞ്ചേരി കോടതി ഇന്ന് പരിഗണിക്കും. ശ്യാമി, അമ്മ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് അമ്മയിൽ നിന്ന് വ്യക്തത തേടാനുള്ളത്? അത് സംബന്ധിച്ച് പോലീസ് നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? ശ്യാം, ഈ കേസുമായി ബന്ധപ്പെട്ട അമ്മയുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിൽ അമ്മ വലിയ നിസ്സംഗതയാണ് പുലർത്തുന്നത്. ഇന്നലെ ഉൾപ്പെടെ അമ്മ ഈ പോലീസിനോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളോടൊക്കെ പലതിനോടും ഉത്തരം നൽകാതെ നിസ്സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞിനെ എറിഞ്ഞ് എവിടെ നിന്നാണ് താഴേക്ക് പാലത്തിൽ നിന്ന് ഇട്ടതെന്ന് പറയുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലുകളൊന്നും അമ്മ കാര്യമായി സഹകരിച്ചിട്ടില്ല. പ്രതിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ പ്രതിയെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മൊഴി മാത്രമാണ് അമ്മ നൽകിയത്. ഏതായാലും അമ്മയെ ഇന്നും കൂടുതൽ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, വീട്ടിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ തെളിവെടുപ്പിന് അമ്മയെ കൊണ്ടുപോകുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ പ്രതിയെ കൂടി കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാം. അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരും. പ്രത്യേകിച്ച് 4 വയസ്സുള്ള ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം അമ്മ അറിഞ്ഞില്ല എന്നുള്ളത് പോലീസ് വിശ്വസിക്കുന്നില്ല. കാരണം കുട്ടിയെ കുളിപ്പിക്കുമ്പോഴോ മറ്റോ ഇക്കാര്യം അറിയേണ്ടത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇത് അറിഞ്ഞില്ല എന്നുള്ളത് പോലീസ് വിശ്വസിക്കുന്നില്ല. ഇനി ഇത് മറച്ചു വെച്ചതാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്നീ വിവരങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അമ്മയെയും പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും തയ്യാറെടുക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്യാംകുമാർ.